ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അതുമോളുടെ ബർത്ത്ഡേ എത്തി. അതുമോൾ എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളയുടെ മോളാണ് കേട്ടോ. അപ്പൊ മോളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോവാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ദേ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. സുന്ദരി മോളായിട്ട് നിൽക്കണുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ദേ ചേച്ചിമാര് ഇതേ ഗിഫ്റ്റ് കൊടുക്കായിരുന്നു. അപ്പൊ ചേച്ചിമാര് എഴുതി വെച്ചിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പേപ്പറിൽ അവര് ഇതേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൊടുത്തു, അതേപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റും കൊടുത്തു കേട്ടോ. പിന്നെ ഇവിടെ ചേട്ടൻ ഇവരൊക്കെ കണ്ടപ്പോ ഇവിടെ ഡാൻസ് ഇങ്ങനെ തുടങ്ങി, അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ദേ ചെറിയ രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ ചേച്ചി അവിടെ അടുക്കളയിൽ നല്ല തിരക്കെട്ട പണിയിലായിരുന്നു, ഫുഡ് ഉണ്ടാക്കലായിരുന്നു. ചേച്ചിയുടെ സ്പെഷ്യൽ ഫുഡായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചേച്ചിയുടെ അച്ഛനമ്മയാണ് കേട്ടോ, അത് അവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ചേച്ചിമാര് കൊണ്ടുവന്ന് ഗിഫ്റ്റ് നോക്കലായിരുന്നു കേട്ടോ. വേഗം തന്നെ കവറൊക്കെ പൊളിച്ച് ഗിഫ്റ്റൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ കണ്ണൊക്കെ പൊത്തിയിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കണ്ടായിരുന്നത്. ആൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടാ. ഡോളായ കാരണം നല്ല ഇഷ്ടമായിണ്ടായിരുന്നു കേട്ടാ. പിന്നെ അകത്ത് കയറി നോക്കിയപ്പോ ഇതേ മാമനും മോനും കൂടിയിട്ട് കളിക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ ചേട്ടന്റെ കയ്യിൽ ഒരു കാറുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മ കൊടുത്ത് സോപ്പിടൊക്കെ ചെയ്യായിരുന്നു കേട്ടാ. ചേച്ചിയുടെ അമ്മ ഉണ്ണിയോൾക്ക് ബലൂൺ അങ്ങനെ വീർപ്പിച്ച് കൊടുക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ നമ്മുടെ ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് ഇതേ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ തന്നെ അവര് ചെയ്തതാണ് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം തുടങ്ങായിട്ടാ. ചേച്ചി ഇതേ കേക്കൊക്കെ കൊണ്ടുവന്ന് എടുത്തു കൊണ്ടുവന്നു. കേക്ക് കണ്ട വഴിക്ക് ആൾക്ക് ഭയങ്കര സർപ്രൈസ് ആയെന്നാ പറയണേ. പിങ്ക് കളർ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി അത് സർപ്രൈസ് ആയിട്ട് കൊടുത്തതായിരുന്നു കേട്ടാ. പിന്നെ നമ്മുടെ കേക്ക് കൊണ്ടുവയ്ക്കേണ്ട താമസം നമ്മുടെ പിള്ളേർ സെറ്റിനെ ഒന്ന് ഒതുക്കി നിർത്താൻ ചെറിയ പാടല്ലല്ലോ, നല്ല പാടുണ്ട്. അപ്പൊ ഈ ചെറിയ ആളത് അതിൽ നിന്നൊന്ന് തോണ്ടി എടുക്കണുണ്ട് കേട്ടോ കേക്ക്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം തുടങ്ങായി. പിന്നെ അതേ അമ്മൂമ്മയുടെ വക ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ. ഒരാൾക്കല്ല 3 പേർക്ക് അമ്മ അതേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോ 3 പേർക്കും വളരെ സന്തോഷം. പിന്നെ അതേ അടുത്ത സർപ്രൈസ് കൊടുത്തത് ആ മോളുടെ അച്ചാച്ചനായിരുന്നു കേട്ടോ. അച്ചാച്ചൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് സൈക്കിളായിരുന്നു. സൈക്കിൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അച്ചാച്ചന് അതേ സ്നേഹം കൊണ്ട് അതേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സർപ്രൈസ് കൊടുത്തത് ദീപമ്മയായിരുന്നു. ദീപമ്മയുടെ വക മോൾക്ക് ഡ്രസ്സുകളായിരുന്നു കേട്ടോ സർപ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ അമ്മാമ്മയും മക്കളും കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കലും കെട്ടിപ്പിടിക്കലും ഉമ്മവിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ നടക്കണ്ടായിരുന്നു. അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നത് മക്കളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള മഗ്ഗുകളായിരുന്നു കേട്ടോ. അതിനുശേഷം അപ്പൊ ഗിഫ്റ്റ് കൊടുക്കൽ ഇതെല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ പിള്ളേര് സെറ്റിന് അതേ ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാനും അമ്മയും അതേപോലെ തന്നെ ചേച്ചിയുടെ അമ്മയും ചേച്ചിയും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡ് സൂപ്പർ ആയിരുന്നു. ചേച്ചിയുടെ സ്പെഷ്യൽ ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആഘോഷം തുടങ്ങായി. പിന്നെ ഇത് ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിയായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ ഫംഗ്ഷന്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. താങ്ക് യു.